ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല കിഡിലനായിട്ടുള്ള പെപ്പർ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാൻ പോണത് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ് ലക്ഷ്മിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോണത്. വീട്ടിലെല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ ആദ്യം ചെറിയൊരു ഉരുളി വെച്ചിട്ടുണ്ട്, അതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം നീളത്തിൽ മുറിച്ച് വെച്ച സവാള ഇട്ട് കൊടുക്കണം. ഇതിൽ ഏകദേശം 1 കിലോ ഉണ്ട് കേട്ടോ. എത്രത്തോളം സവാള ചേർക്കണം അത്രയും ടേസ്റ്റിയാണ്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരണ വരെ നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അടുത്തത് ഞാനിവിടെ എടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ ജീരകം, 15 കാഷ്യൂനട്ട്സ്, 1 ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, 4-5 ഗ്രാമ്പൂ, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 സ്റ്റാർ അനൈസ്. ഇതെല്ലാം കൂടെ ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അടുത്ത ഇവിടെ 2 കിലോ ചിക്കൻ വൃത്തിയായിട്ട് കഴുകി അതിലേക്ക് കുറച്ച് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വിട്ടുപോയി എടുക്കാനായിട്ട്. പിന്നെ അതിന് ശേഷം 3 ടേബിൾ സ്പൂൺ നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സവാളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. എന്നാലേ മസാല എല്ലായിടത്തും നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതൊരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റിയ ചട്ടിയിലേക്ക് തന്നെ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ കുറച്ച് എണ്ണയുണ്ട്. നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇതിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിൽ നിന്ന് വരുന്ന ആ വെള്ളവും അതുപോലെ തന്നെ എണ്ണയൊക്കെ കൊണ്ട് തന്നെയാണ് ഇത് നന്നായിട്ട് വെന്ത് നല്ല ഡ്രൈ ആയിട്ടാവണത്. അപ്പോൾ ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ച് വെക്കണം. ആ ഒരു രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ചുകൂടി പേപ്പർ പൗഡർ ഇട്ടിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പെപ്പർ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി ശരിക്കും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇടാനായിട്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു ആംഗിളിൽ എടുത്തത്. പക്ഷേ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോയി. എന്നാലും സാരില്ല, ഈ ഒരു രീതിയിൽ ഇട്ടാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് തരണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യൂ. അതുപോലെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ താങ്ക് യു ഓൾ.